എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്ന ഈ ഒരു കറി വളരെ സിമ്പിളാണ്. കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റും. തേങ്ങയോ മസാലപ്പൊടികളോ ഒന്നും ചേർക്കാതെ ചെയ്യുന്ന ഒരു ഈസി കറി. ഇത് ചുരക്ക വെച്ചോ പീച്ചിങ്ങ വെച്ചോ ചെയ്തെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി കറിയാണ്. മസാലകളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും പറ്റിയ നല്ലൊരു കറിയാണ്. ഈ ഒരു കറിക്ക് കടുക് താളിക്കുന്നതും സ്പെഷ്യലായിട്ടാണ്. ഇതിന് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പിനടുത്തായിട്ട് ചെറുപയർ പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറുപയർ പരിപ്പ് എയർ ഫ്രയറിനകത്തിട്ട് അല്പം ഒന്ന് വറുത്തെടുത്താണ്. വറുത്തോ വറുക്കാതെയോ ചെറുപയർ പരിപ്പ് ചേർക്കാം. വറുത്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഇതിനെ ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വയ്ക്കാം, ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചുരക്കയാണ് ചേർക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് എളുപ്പമായിട്ടുള്ള ചുരക്കയായത് കാരണം കുരു കൂടി ചേർത്താണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് മൂത്തതാണ് എടുക്കുന്നെങ്കിൽ കുരു നല്ലവണ്ണം നീക്കം ചെയ്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. 2 മീഡിയം സൈസ് ചുരക്ക 7 കപ്പോളം ഉണ്ട്. കുതിർത്ത് ചേർക്കുന്നത് കാരണം ചുരക്കയ്ക്കൊപ്പം തന്നെ പരിപ്പും നന്നായിട്ട് വെന്ത് കിട്ടും. കൂടെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പഴുത്ത തക്കാളി അതുകൂടി ചേർക്കാം. ഇനി ഇതിൽ സവാളയോ ചുവന്നുള്ളിയോ ചേർക്കാം. ചുവന്നുള്ളിയാണ് കൂടുതൽ നല്ലത്. ഒരു 15 എണ്ണോളം ചേർത്തിട്ടുണ്ട്. വലിപ്പമുള്ളതൊക്കെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് പച്ചമുളക് 3-4 എണ്ണം ചേർക്കുക. ഇനി കുറച്ചേറെ കറിവേപ്പില കൂടി ചേർക്കുക. ഇതിന് പാകമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. കറി നല്ല മഞ്ഞ കളറിലിരിക്കണം. കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരല്പം പുളി ചേർക്കുന്നത് നല്ലതാണ്. വാളൻപുളി പേസ്റ്റാണ് ചേർക്കുന്നത്. പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുക. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക് ചേർക്കേണ്ടത് ഓരോരുത്തർ എരിവിനനുസരിച്ച് ചേർക്കണം. വേറെ പൊടികളൊന്നും തന്നെ എരിവിനായിട്ട് ചേർക്കുന്നില്ല. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് 3-4 വിസിൽ വേണ്ടി വരും. ഞാനിവിടെ എൻ്റെ കുക്കറിൻ്റെ അനുസരിച്ച് ഒരു 4 വിസിൽ അടുപ്പിച്ചതിന് ശേഷം അങ്ങനെ തന്നെ വെച്ചു. അതിൻ്റെ പ്രഷറൊക്കെ നല്ലവണ്ണം പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇവിടെ പരിപ്പ് നല്ലവണ്ണം വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് ചുരക്കായും ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരും. ചില കഷ്ണങ്ങളൊക്കെ ഉടയാതെ ഉണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിൽ മറ്റു പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഗരം മസാല, സ്പൈസസ് ഐറ്റംസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ നെയ്യൊക്കെ ചേരുമ്പോഴാണ്. അപ്പം നെയ്യ് ചേർത്തിരിക്കുക തന്നെ വേണം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെ താളിച്ചിടേണ്ടതായിട്ടുണ്ട്. അതിന് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരട്ടെ. തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് 1 സ്പൂൺ ജീരകം ചേർക്കുക, ചെറിയ ജീരകം. ഇനി ഇതിലോട്ട് ഒരു 6-7 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് അതുകൂടി ചേർക്കുക. ഒരു 6-7 സെക്കൻഡിന് ശേഷം കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ആ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീയെ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 സ്പൂൺ കായപ്പൊടി ചേർക്കുക. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഒരല്പം ചേർത്തിട്ടുണ്ട്. ആ എണ്ണയ്ക്കൊരു കളറ് വരാൻ വേണ്ടി. വേഗം തന്നെ ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇനി താളിച്ചൊഴിക്കാം. താളിച്ചൊഴിച്ചിട്ട് ഉടനെ ഇളക്കരുത്. ഒരു 3-4 മിനിറ്റ് നേരത്തോളം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ആ താളിപ്പെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ആ വെളുത്തുള്ളിയുടെയും ആ ജീരകത്തിൻ്റെയും ഒക്കെ ഫ്ലേവർ നല്ലവണ്ണം കറിയിൽ ഇറങ്ങും. ഇതേ രീതിയിൽ പീച്ചിങ്ങ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. ഏത് കായ എടുത്താലും അതിൻ്റെ മൂത്ത കുരുവാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ചുരണ്ടി കളഞ്ഞതിന് ശേഷം വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട്. ഇതിങ്ങനെ കൂട്ടുകറി പോലെ തന്നെ നല്ല തിക്കായിട്ട് എടുക്കുന്ന കറി തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം മാത്രം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കാതിരിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്. പ്രത്യേകിച്ചും പ്രായമായവർക്ക് സ്പൈസസും എരിവും ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി കറിയാണിത്.
വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ഓൾ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ടിക്കാക്കി വെച്ചേക്കണേ. എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.